ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്ങളോ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് ജെന്യ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടി ഹോൾ വീഡിയോ ആണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളതും, അതായത് ഞാൻ കുറച്ച് കാലം ഏകദേശം ഒരു 1 year ആയിട്ട് യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, ആമസോണിൽ വന്നിട്ട് മെഗാ ഫാഷൻ ഡേ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10th മാർച്ചിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ടോപ്പ് ബ്രാൻഡ്സിനൊക്കെ വന്നിട്ട് 70% ഓഫ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ മാത്രമല്ല ബ്യൂട്ടി ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ ഓരോ ബ്രാൻഡ്സിനും പെർട്ടിക്കുലർ ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാമാർത്തൊക്കെ എടുക്കുകയാണെങ്കിൽ 25% ഓഫർ ഉണ്ട്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു 5% എക്സ്ട്രാ ഓഫേഴ്സൊക്കെ അവൈലബിൾ ആണ്. ഞാൻ എല്ലാം വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏതാ വാങ്ങേണ്ടതെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗത്തിൽ വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് മറ്റൊന്നുമല്ല, വാവുൻ്റെതാണ്. വാവുൻ്റെ കുറച്ച് സംഭവങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാം വാവുൻ്റെ പ്രോഡക്റ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട്, മുൻപ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ ബാത്തിങ് ബാറാണ്. ബാക്കി നമുക്ക് സ്കിൻ കെയറിൻ്റെ ആ ഒരു റേഞ്ചിൽ ഞാൻ പറയാം കേട്ടോ. ആദ്യം തന്നെ ഫേസ് വാഷ് മുതൽ തുടങ്ങാം. ഞാൻ വിറ്റാമിൻ സി ഫേസ് വാഷ് ആണ് എടുത്തത്. ആ ഒരു റേഞ്ചാണ് ഞാൻ ചൂസ് ചെയ്തത്. എല്ലാം ആ ഒരു റേഞ്ചിലാണ് ഞാൻ യൂസ് ചെയ്തത്. വിറ്റാമിൻ സി ഫേസ് വാഷ്, അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ടോണർ, അതുപോലെ അതിൻ്റെ തന്നെ സിറമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. വിറ്റാമിൻ സി നമ്മളുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ വളരെ നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് വെളുത്ത് തുടുത്തിരിക്കുന്നതാണ് ഭംഗി, അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു സ്കിന്നിൽ ഒരു ഡൾനെസ് ഫീൽ ചെയ്യുമല്ലോ, അതൊന്ന് നമുക്കൊരു ഇച്ചിരി ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. അത്രമാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണോ അത് നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ സ്കിൻ നമ്മളൊന്ന് പാമ്പർ ചെയ്യാം, ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോഴത്തേതെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ച സമയത്തിനേക്കാളും ഇതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസിലൊക്കെ കുറച്ച് അഡീഷണൽ ആയിട്ടും അതുപോലെ ബോട്ടിൽ ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് വന്നതിനേക്കാളും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ചിലതിൽ വന്നിട്ട് നിയാസിനമൈഡും കൂടെ ആഡ് ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫോമിങ് ടൈപ്പ് ഫേസ് വാഷ് ഉണ്ട്, അതിൻ്റെ ബ്രഷ് അടക്കം വരുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മസാജ് കിട്ടുന്ന ഒരു സ്ക്രബിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടുന്നത് പോലെ തോന്നാറുണ്ട്, ഒരു മസാജ് കിട്ടുന്ന ഒരു ഫീല് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഫേസ് വാഷ് എന്ന് പറയുന്നതാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീല് കിട്ടും, നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടും ഈ ഒരു സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ആദ്യത്തത് ഇതാണ്. ഇനി രണ്ടാമത്തത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്കിൻ മിസ്റ്റ് ടോണറാണ് കേട്ടോ. വിറ്റാമിൻ സി തന്നെ, വാവിൻ്റെ തന്നെയാണ് ഈ ഒരു സംഭവം വരുന്നത്. നമുക്ക് എന്താ പറയുക, ഡള്ളായിരിക്കും, നമുക്ക് ഈ ടോണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ളൊരു റീഫ്രഷിങ് ആയിട്ടുള്ളൊരു ഫീൽ ചെയ്യും. മീൻസ് നമുക്ക് തോന്നാറുണ്ട്, അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടാറുണ്ട്. നമ്മൾ സ്കിന്നിൽ ഒന്നും ചെയ്യാൻ നാച്ചുറലി നമുക്കൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താലേ സ്കിൻ എപ്പോഴും ഹെൽത്തി ആയിട്ടും ഗുഡായിട്ടൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ കഴിഞ്ഞു. എനിക്കിനി വീണ്ടും നാട്ടിൽ പോയിട്ടാകുമ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്യണം. അല്ല, നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഞാൻ അവരോട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാറാണ് പതിവ് കേട്ടോ. എനിക്ക് വേണ്ടുന്ന സംഭവങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ട് അവരോട് പറയും. ഇല്ലെങ്കിൽ നമുക്ക് കൊറിയർ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കേണ്ടതായിട്ട് വരും. ഞാൻ ഇവിടുന്ന് വാങ്ങാറില്ല, കാരണം ഇവിടെ നല്ല പ്രൈസാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നാട്ടിൽ ഇതുപോലെ ആമസോണിലൊക്കെ ഓഫേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാമല്ലോ. ഇനി അടുത്തത് വന്നിട്ട് സിറമാണ്, വിറ്റാമിൻ സി സിറമാണ്. നമുക്കറിയാം ഓറഞ്ച് പോലുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി ധാരാളമായിട്ട് കിട്ടും. പക്ഷേ നമുക്ക് ഈ സ്കിന്നിലേക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത് ഞാനൊക്കെ ഭയങ്കര ബിസിയാണ്, ഇപ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല, എന്നെ നോക്കാൻ പോലും എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം വാങ്ങിച്ചത് കേട്ടോ. വിറ്റാമിൻ സി സിറം നല്ല നമുക്ക് ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് സിറമൊക്കെ ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഫേസ് വാഷ് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ രാവിലെയും ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പായിരുന്നു കേട്ടോ ചെയ്യാറുള്ളത്. ഇനി ഈ ഒരു സിറവും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഹെയറിൻ്റെ കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹെയർ ഓയിലും കൂടെ ഞാൻ വാങ്ങിച്ചു നോക്കിയതാണ്, വാവുൻ്റെ ഒണിയൻ പ്ലസ് ബ്ലാക്ക് സീഡ് ഓയിൽ. ഇത് ഭയങ്കര എഫക്റ്റീവ് ആണെന്ന് കേട്ടതുകൊണ്ട് നോക്കിയതാണ്. ഇത് എനിക്ക് സ്യൂട്ടായിട്ടില്ല, ഇത് അമ്മക്ക് യൂസ് ചെയ്യാം, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. ഞാൻ സാമ്പിൾ ബോട്ടിൽ പോലെ ചെറിയ ബോട്ടിലേ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരു 90 സംതിങ് അതിന് പ്രൈസ് വരുന്നുള്ളൂ. കാരണം നമുക്ക് വലിയ ബോട്ടിൽ വാങ്ങിച്ചിട്ട് സ്യൂട്ടായിട്ടില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആ ഒരു രീതിയിലൊക്കെ എടുത്തത് കേട്ടോ. ഇനി അടുത്തത് വന്നിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്
ബാത്തിങ് ബാറാണ്. നമുക്ക് ആദ്യമൊക്കെ സിംഗിൾ പീസായിട്ട് ഞാൻ ആദ്യം ഒന്ന് വാങ്ങിച്ച് നോക്കുകയാണ് ചെയ്തത്. വാവിൻ്റെ ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. നമ്മളുടെ സ്കിന്നിന് ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇതിലില്ല കേട്ടോ. നമുക്കറിയാലോ PH ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ PH ടെസ്റ്റ് ചെയ്യാനുള്ള ലിറ്റ്മസ് പേപ്പറും കൂടി ഇതിൻ്റെ കൂടെ തന്നെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അത് അവർക്ക് തന്നെ അവരുടെ ബ്രാൻഡിനോടുള്ള ഒരു ഗ്യാരണ്ടിയാണ് അല്ലേ, ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ വാങ്ങുന്ന പല സോപ്പുകളിലും PH എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയുടെ PHന് ആപ്റ്റ് ആയിട്ടുള്ളതേ അല്ല, ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. സോ ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് പറഞ്ഞത്, അടിപൊളിയാണ്. കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസിയാണ്, പക്ഷേ അതിൻ്റെ നമ്മൾ നാട്ടിൽ നിന്ന് നമ്മളൊരു 20 രൂപക്ക് വാങ്ങുന്ന സോപ്പിനെക്കാളും എന്തുകൊണ്ടും വളരെ മേന്മയുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് കുറച്ച് പ്രൈസ് ഉണ്ടാവുമല്ലോ. ഭയങ്കര ക്രീമിയാണ് കേട്ടോ, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള സ്മെല്ലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അലോവേരയുടെ ഇതാണ് ഞാൻ ചൂസ് ചെയ്തത്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഞാൻ അലോവേരയുടേതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ പിന്നീട് എടുത്തുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഉള്ളൊരു അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള സംഭവമാണ്. ഇതിൽ ഓണിയൻ ഓയിൽ ഒഴിക്കുക കേട്ടോ, ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഓണിയൻ ഓയിൽ ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ വേണമെങ്കിൽ അഭിപ്രായം പറയാം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ, ടേക്ക് കെയർ.